ഒപ്പത്തായോണ്ടാണ്, അല്ലെങ്കിൽ പ്രശ്നം നമ്മൾ വരില്ല പട്ടാപ്പിക്ക്. അപ്പോ വൻ ഹാൻഡ്സ് വേട്ടയാണ്. ഈ ഒരു ലോറി നിറച്ച് ഹാൻഡ്സ് വേട്ടയാണ് നടന്നിട്ടുള്ളത്. എന്താ പറയാനുള്ളത്? ഒന്നും പറയല്ല എനിക്ക്. ആയിക്കോട്ടെ. റിയാസ് ഭായ് എന്താ പറയാനുള്ളത് ഇതില്? ഇതിപ്പോ ഒരുപാട് ആയിപ്പോ നടക്കാൻ ഇത് സംഭവം കിട്ടിയല്ലേ? നമ്മളെ കൊപ്പം പോലീസിനൊരു അല്ലെ കൊണ്ടുപോലെയാണ് അല്ലേ? അപ്പൊ നമ്മള് സാറുമാര് കറക്റ്റ് അന്വേഷണവും കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ ഒരു ഹാൻഡ്സ് വേട്ട കേരളത്തിൽ നടന്നിട്ടുണ്ടാവില്ല അല്ലേ? അപ്പൊ ഒരുപാട് ഇത് കുറച്ചൊന്നല്ലല്ലോ അല്ലേ? ഒരുപാട് ഇതൊക്കെ ഉണ്ടല്ലേ? ഇതാ മോനെ, ഇത് ഈ കണ്ടോ? നിങ്ങള് നോക്കിയേ, ഈ കാണുന്ന മൊത്തം ഹാൻഡ്സ് ആട്ടോ. 1-2 ഹാൻഡ്സ് അല്ല, ഒരു സംഖ്യ ഹാൻഡ്സ് ഉണ്ട്. ഹൈസ്കൂളിന്റെ മുമ്പിൽ അല്ലേ? ഇവിടെ നാട്ടുകാരൊക്കെ തടിച്ചു കൂട്ടിട്ടുണ്ടോ? വൻ പ്രതിഷേധാണ്, വൻ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കിയേ, ഇത് കണ്ടോ? ഇത് കണ്ടോ? ഇത് നോക്കിയേ, ചാക്ക് കണക്കിനാട്ടോ. അത് നോക്കിയേ, ഇതൊക്കെ നമ്മുടെ നാട്ടില് നമ്മളെ കുട്ടികൾക്ക് കുട്ടികളെനൊക്കെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. അതും ഹൈസ്കൂളിന്റെ തൊട്ട ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തോന്നില്ല കേട്ടോ. അതായത് ഇതൊക്കെ ഇവിടെ ചെക്ക് ചെയ്യാതെ കൊടുത്ത പറഞ്ഞോ. ഇജ്ജ് മുഖം പൊത്തൊന്നും വേണ്ട, ഇജ്ജല്ല ഇത് ആള്. ക്യാമറ ചാനലുകളുണ്ട്, ആ ചാനലുകളുണ്ട്, അവരെ ചാനലുകൾ ചെയ്യട്ടത്. അവർക്കുള്ളത് നമ്മളത് ചെയ്യുന്നത് ശരിയല്ല. അത് നമ്മൾ നാട്ടുകാരുടെ പ്രതിഷേധം മാത്രം നമ്മളിലൂടെ എത്തിക്കുക. റിയാസ് ഭായ്, അതായത് ഇപ്പൊ ഇതില് കറക്റ്റ് ആയിട്ടുള്ള നമ്മളൊരു അന്വേഷണം നടന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അല്ലേ? ചാക്ക് തുറക്കണ സീൻ കേട്ടോ. ഇതാ ചാക്ക് തുറക്കണ സീൻ. ഇതാണ് ലൈവാണ് ചാക്ക് തുറക്കണ സീൻ കേട്ടോ. ഇതാ കണ്ടോളി, ടണ്ണ് കണക്കിന് സാധനം വന്നിട്ടുണ്ട് കേട്ടോ. അതും നമ്മുടെ കൊപ്പം ഹൈസ്കൂളിന്റെ സമീപം. ഫുള്ള് ഹാൻഡ്സ് ആട്ടോ, ഫുള്ള് ഹാൻഡ്സ് ആണ്. നിരവധി ആളുകളാണ്. കൊപ്പത്തെ എല്ലാ ജനങ്ങളും ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് കേട്ടോ. കൊപ്പത്തെ എല്ലാ ജനങ്ങളും തടിച്ചു കൂടിയിട്ടുണ്ട്. ഇത് നോക്കിയേ എന്താ കിടക്കണ നോക്കിയേ. ഈ കണ്ട സാധനങ്ങൾ മൊത്തം ഉണ്ടോ? അതായത് നമ്മളെ കൊപ്പത്തെ സാറുമാര് കറക്റ്റ് അന്വേഷണവും കാര്യങ്ങളും നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പിടിച്ചെടുത്തുന്നത്. കൊപ്പത്തെ നമ്മളെ പോലീസിന് ഒരു പൊൻതൂവലാണ്. ഇത്രയും മാരകമായ ലഹരി വസ്തുക്കള് നമ്മളെ കുട്ടികളിലേക്ക് എത്തേണ്ട സാധനമാണ് ഈ കാണുന്നത്. നിങ്ങൾ അതായത് ഇനി ചാക്ക് ഇരിക്കട്ടോ. ഒറ്റ ഒരു ലോറി മുഴുവനാണ്, ഒരു ലോറി മുഴുവൻ. അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഹാൻഡ്സ് വേട്ടയാണ് ഇവിടെ നമ്മുടെ കൊപ്പത്ത് നടന്നിട്ടുള്ളത്. അവരെന്നെ അവർ കാണിച്ചു തരുന്നു. അവര് സാറുമാരെ ഇത് കൊടുക്കും. സാറ് നമ്മുടെ മണി സാറാണ്. സാറൊക്കെ ഇതിൽ ഉണർന്ന് പ്രവർത്തിച്ചു. ഇത്രയും നമ്മളെ കുട്ടികളിലേക്ക് എത്തേണ്ട മാരകമായ ലഹരി വസ്തുവാണ് പിടിച്ചിട്ടുള്ളത്. ഇത്രയും വലിയ
ലഹരി വസ്തുക്കൾ ഇത്രയും ഒരു ലോഡ് മുഴുവനായിട്ട് നമ്മുടെ കൊപ്പത്തിക്കാൻ വന്നുള്ളൂ. നമ്മൾ അത് ഇവിടുത്തെ ജനങ്ങളുണ്ടല്ലോ, ജനങ്ങൾ പ്രതികരിക്കേണ്ട സമയമാണ്. കാരണം നമ്മുടെ കൊപ്പത്താണ് ഈ സാധനം മൊത്തം വിറ്റ് പോകേണ്ടത്, നമ്മളെ കുട്ടികളിലേക്കാണ് എത്തുന്നത്. അത് കൊപ്പ ഹൈസ്കൂളിന് മുന്നില് പിടിച്ചിട്ടുള്ളത് അല്ലേ? കൊപ്പം പോലീസിന് അതൊരു കൊണ്ടുപോകുന്ന അല്ലേ? നമ്മളെ നാട്ടില് സ്റ്റേഷൻ വരുമ്പോ പലരും എതിർത്തായിരുന്നു അല്ലെ? നമ്മുടെ നാട്ടില് സ്റ്റേഷൻ വന്നതിന്റെ ഒരു ഗുണമാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് അല്ലെ? നമ്മളെ കുട്ടികളിലേക്ക് എത്തേണ്ട ലഹരി വസ്തുക്കളാണ് ഇപ്പൊ പിടിച്ചെടുത്തിട്ടുള്ളത്. അതും ഒന്നും രണ്ടും അല്ല. അത് നോക്കി നോക്കിയേ, ചാക്ക് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ചാക്ക് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇത് നോക്കിയേ, ഈ ചാക്കുകൾ നിങ്ങൾ കണ്ടാലും ഞെട്ടും. അത്രയും ചാക്ക് കണക്കിനാണ് ഈ സാധനം വന്നിട്ടുള്ളത്. അതായത് കേരളത്തിന് ഏറ്റവും വലിയ ഹാൻഡ്സ് വേട്ടയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. വൻ ഹാൻഡ്സ് വേട്ടയാണ് നടന്നിട്ടുള്ളത്. പാക്കറ്റ് 15 ഒരു 15 കമ്പനി പേര് ഞാൻ മറ്റേ കിടക്കുന്ന ചാക്കുകൾ എന്താണ്? ഇത് മൊത്തം നമ്മളെ കുട്ടികളിലേക്ക് എത്തണ്ടായിരുന്നു. കൊപ്പം പോലീസ് സ്റ്റേഷൻ വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എന്തിനാണ് കൊപ്പത്ത് പോലീസ് സ്റ്റേഷൻ എന്ന് ചോദിച്ചവരുണ്ട്. ഇത് കണ്ടോളിങ്ങള്, ഇത് കണ്ടോളിങ്ങള്, ഇത് തന്നെയാണ് അതിന്റെ ഉത്തരം. വണ്ടി നമ്പർ എന്ന് കൊടുത്തിട്ട് കാര്യം എല്ലാരും പിടിച്ചില്ലേ? നമ്മളെ നില 24 ആട്ടോ. നില 24 ലൈവിലുണ്ട്. നില 24 ലൈവിലുണ്ട്. അതായത് ഒരുപാട് നല്ല സന്ദേശങ്ങൾ കൊടുക്കുന്ന നില 24 നമ്മളെ ഒപ്പം തന്നെ ഉണ്ട്. വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ്. തൊട്ടപ്പുറത്ത് ഒരു സ്കൂളൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ 87 ചാക്കൊക്കെ ഒരു ലോറിയിൽ പിടിക്കാന്ന് പറയുമ്പോൾ വേദനാജനകം. പക്ഷെ കൊപ്പം പോലീസിന്റെ ശക്തമായ ഇടപെടൽ അത് നമ്മൾ തടഞ്ഞു. നമ്മുടെ കുട്ടികളിലേക്ക് അത് എത്തിയില്ല. അതിൽ ഒരുപാട് സന്തോഷം. വളരെ നല്ല കാര്യം. അതായത് നമ്മളെ ചുറ്റുവട്ടത്തെ ഏറ്റവും നല്ല ബെസ്റ്റ് ന്യൂസ് ചാനൽ നില 24, അവരൊക്കെ ഒരുപാട് സന്ദേശങ്ങൾ നമ്മളെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല. എങ്ങനെ ഒരു സംഭവം നമ്മൾ കൊപ്പത്ത് നടക്കുന്നുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞത്? എങ്ങനെ സംഭവം അറിയോ? വ്യക്തമായിട്ട് അറിയില്ല. പോലീസ് പിടിക്കുന്നതാണ് കാണുന്നത് എല്ലാവരും അല്ലേ? അപ്പൊ നമ്മൾ ജനങ്ങൾ അറിഞ്ഞില്ലെങ്കിലും നമുക്ക് വേണ്ടി അവർ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യത്തിൽ തർക്കൂല അല്ലേ? അവിടെ നമ്മള് അവിടെ സ്റ്റേഷന്റെ അവിടെ നല്ല വർത്താനം നടക്കുന്നുണ്ട്. അത് നമുക്ക് ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഈ വ്യക്തികൾ പിടിച്ച പുറത്തുനിന്ന് നടത്താൻ ജനങ്ങൾ കാണാൻ പറഞ്ഞു. ഈ സാറൊന്നും കണ്ടു. ഇത് ജനങ്ങൾ കാണട്ടെ. അതല്ല അതല്ല അത് കണ്ടോട്ട് ജനങ്ങൾ ചിലപ്പോ നന്നാവട്ടെ. അല്ലെങ്കിൽ ഈ സ്കൂളിൽ 4 പല്ലേ കച്ചവടം ജനങ്ങൾ കണ്ടോട്ടെ. 4 പല്ലേ കച്ചവടം ചെലവിടിയിട്ട് ജനങ്ങൾ കാണട്ടെ. അത് വേറെ കേസായിക്കോട്ടെ. ഈ സാധനങ്ങൾ ചാനലുകളില്ലേ നിങ്ങൾ ക്ലിയർ പോലെ എടുക്കണം. ജനങ്ങൾ കണ്ട് ഫോട്ടോ എടുക്കട്ടെ. ഈ വ്യക്തി അറിയണല്ലോ. നമ്മുടെ മക്കൾ കുട്ടികളെ പഠിക്കുന്നത് പട്ടാമ്പി പോലീസ് ഈ പോലീസിനെ കാണാൻ പറ്റില്ല.
കൊപ്പം പോലീസിനെ എന്താ പറഞ്ഞു കാണാൻ പറ്റില്ല. നല്ല കാര്യം നിർബന്ധമാണ്. പിന്നെ ലോറി ഡ്രൈവർ അതാ ഹലോ സർഫിന്റെ പെങ്ങളൊക്കെ എടുക്കണേ. രാവിലെ പോകണോ? വലിയ പ്രതിഷേധമാണ് ഇവിടെ ജനങ്ങൾ കൊപ്പത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊപ്പത്ത് ജനങ്ങൾ പ്രതികളെല്ലാവരും കാറിലാണ്. അപ്പോൾ പ്രതികളുടെ വാഹനത്തിന് ചുറ്റും ജനങ്ങളാണ്. അതായത് ഇത്രയും വലിയ ഒരു സംഭവം നമ്മുടെ കൊപ്പത്ത് ഇങ്ങനെ ചെയ്ത കുട്ടികൾ, അതായത് അത് സ്കൂളിൻ്റെ അടുത്ത് റഹ്മാൻക വലിയൊരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഇത് വലിയ, അതായത് ലോഡ് കണക്കിനാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ നാട്ടുകാരനെ ചെയ്തത് ശരിയാണത്? എന്താ സംഭവം? ആര് ചെയ്ത, നാട്ടുകാരനോ ആരോന്നല്ല, അത് ചെയ്ത് തെറ്റാണ്. ആര് ചെയ്താണ് തെറ്റാണ്. ഷിബുക്ക, എന്താണ് ഇത് ഈ കാര്യത്തിൽ പറയാനുള്ളത്? ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഇത് നമ്മുടെ മുന്നിൽ നമ്മുടെ നാട്ടിൽ നടക്കുകയുള്ളത്. അത് നമ്മളറിയുന്ന ആളുകളൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. ഒരിക്കലും നടക്കാൻ പറ്റാത്ത സംഗതിയാണ്. സജ്ജേട്ടാ, അതെന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? നിങ്ങൾ ഇങ്ങനെ സംഭവം നമ്മുടെ നാട്ടിൽ നടന്നിട്ട്? സംഗതി വലിയൊരു വേട്ട എന്ന് പറഞ്ഞാൽ വലിയൊരു വേട്ടയാണ് തോന്നുന്നത്. നമുക്ക് അറക്കിടപ്പോൾ കാണാണ്ട് എന്തായാലും ഭയങ്കര സംഭവം തന്നെ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ കുട്ടികളടക്കം പഠിക്കുന്ന ഒരു സ്കൂളാണ് അല്ലെ? നമ്മുടെ ആളുകൾ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോ, അല്ലെ, നമ്മുടെ നാട്ടുകാരനെ ഇങ്ങനെ ചെയ്യുമ്പോ അത് വലിയൊരു ഗുരുതര വലിയ വേദനയാണ്. ചെയ്യാൻ പാടില്ല. അപ്പോ അതായത് നാട്ടുകാർ മൊത്തം തടിച്ചു കൂടിയിരിക്കുകയാണ്. പ്രതികളെ എന്തായാലും നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണം എന്ന ഒറ്റ വാശിയിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. ഇതിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, എല്ലാവരും കൊപ്പത്തുകാരെന്നുള്ള ഒറ്റ വികാരം മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒറ്റക്കെട്ടാണ്. വ്യാപാരി വ്യവസായി അതുപോലെ പല സംഘടനാ ആളുകളും നമ്മുടെ ഈ ഒരു സംഭവത്തിലുണ്ട്, വന്നിട്ടുണ്ട്. റിയാസ്ക വരെ ഉണ്ട്. റിയാസ്ക, എന്ത് രണ്ടു വാക്കും കൂടി? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സാറുമാർ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനിയും ഇതുപോലെ ലോഡുകൾ ഇതിനെ വന്നാൽ പിടിക്കുന്നതല്ലേ. വ്യാപാരികളും അതിന് പൂർണ്ണ സപ്പോർട്ടാണ്. അത് മതി. അത് ഇവിടുത്തെ വലിയ രീതിയിലുള്ള ഒരു വേട്ട വന്നത്. നിങ്ങൾ തുടക്കം മുതലേ കണ്ട ആളുകളാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ടൺ കണക്കിനാണ് പിടിച്ചത്, ടൺ കണക്കിന്. അത് ഒരു വലിയ ലോറി മുഴുവൻ ഹാൻഡ്സും മറ്റ് ലഹരി വസ്തുക്കളും. അതും കൊപ്പം ഹൈസ്കൂൾ. ആ കാണുന്നത് ഹൈസ്കൂളാണ്. ഇവിടെ എങ്ങനെയാണ് ഈ ലഹരി വസ്തുക്കള് അവര് സ്റ്റോക്ക് ചെയ്യുന്നതും ഗോഡൌൺ ചെയ്യുന്നതും വിൽപ്പന നടത്തുന്നതും? അതായത് വെറും 100 മീറ്റർ മാത്രം. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്, കാര്യങ്ങളുണ്ട്, പക്ഷെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. രണ്ട് ഇനത്തിലാണ് ആളുകളെ പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു ലോഡ് നിറയെ ഹാൻഡ്സ് കൊടുക്കുന്നുണ്ട്. MDMA ബന്ധപ്പെട്ട് 2-3 ആൾക്കാർ, ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ ജനങ്ങൾക്ക് മുന്നിൽ കാണിക്കണം. കാരണം ഈ നാട്ടുകാരാണ്, ഇവരൊക്കെയാണ് ഇവിടെ ആളുകളെ നശിപ്പിക്കണമെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാവണം. നാളെ ഇവരെ തിരിച്ചറിയും, ജനങ്ങളെ തിരിച്ചറിയണം. വൻ പ്രതിഷേധമാണ് നമ്മുടെ കൊപ്പത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വൻ പ്രതിഷേധമാണ്. കൊപ്പത്ത് ജനങ്ങൾ തടിച്ചു കൂടിയതാണ് നിങ്ങൾ കാണും കേട്ടോ. ഇവിടെ ഒറ്റക്കെട്ടായിട്ടാണ് ജനങ്ങൾ നിൽക്കുന്നത്. ഇതില് വ്യാപാരി വ്യവസായിയുടെ യൂത്ത് വിങ് പ്രസിഡന്റ് ഷിബുക്കുണ്ട്, സജി, അതുപോലെ രാജേട്ടൻ, റിയാസ്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അസ്ലംക എതിരുണ്ട്. അസ്ലംക, നിങ്ങളില്ലേ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അതായത് നമ്മളെ സ്ഥാപനം വളരെ അധികം ദൂരമല്ല. സ്കൂള് നിരോധിക്കപ്പെട്ട
ഐറ്റംസ് വിൽക്കുന്നത് എന്താണെന്ന് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണെങ്കിലും പ്രത്യേകിച്ച് നമ്മളെ നാടിനും അതേപോലെ യുവസമൂഹത്തിനൊക്കെ ഏറ്റവും ആപത്തായിട്ടുള്ള ഒരു സാധനമാണ് ഇവർ കൊടുന്ന് വിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും അതിനുള്ള ആക്ഷൻ എടുക്കണം. അതിനെ സമൂഹം ഒന്നിച്ചു നിൽക്കണം. ഒരു വ്യക്തിയോ ചെയ്തുകൊണ്ട് ചിലപ്പോൾ എവിടെ എത്തിക്കൊള്ളണമെന്നില്ല. എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നാൽ മാത്രമാണ് ഇതിനൊരു പരിഹാരമാവും. നാടും സമൂഹവും കൂടി ഒന്നിച്ച് ഈ ഒരു ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യും. നമ്മുടെ ഞാനൊക്കെ 24 നില 24. ഞാൻ ഇതൊന്നല്ല, ഞാൻ ലൈവ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇനി വീണ്ടും ഹാൻസിന്റെ അടുത്തേക്ക് പോവാം. വീണ്ടും ഹാൻസിന്റെ അടുത്തേക്ക് നമുക്ക് പോവാം. ഒരുപാട് ആളുകൾ നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ട്. കാറിലൊക്കെ ഒരുപാട് ആളുകൾ നോക്കി പോകുന്നുണ്ട്. യൂണിയൻ പണിക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ ഇവിടെ ഉണ്ടായിട്ടും വലിയ പ്രതിഷേധം കൊപ്പത്ത് അങ്ങാടി അലയടിക്കുകയാണ്. പോലീസിന്റെ ഇടപെടല് ഇവിടെ സാറിന്റെ മേത്തോട്ടല്ലേ ഇതൊക്കെ അതിൽ നിന്ന് പിടിച്ചെടുത്ത ഹാൻസ് മറ്റ് ലഹരി വസ്തുക്കളാണ്. കാണിച്ചോളൂ. തുടക്കം മുതൽ വീഡിയോ കണ്ടവർക്ക് എല്ലാം മനസ്സിലാവും. തുടക്കം മുതലുള്ള വിഷ്വൽസ് നമ്മളെ വീഡിയോയിലുണ്ട്. നമ്മുടെ കൊപ്പത്തും പരിസരത്തുമുള്ള ഒരുപാട് കുടുംബങ്ങളെ നശിപ്പിക്കാനുള്ള വസ്തുക്കളാണിത്. അതും നമ്മുടെ കൊപ്പം ഹൈസ്കൂളിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലെയാണ് ഈ ഒരു ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തുള്ളത്. അതായത് ജനങ്ങൾ പോലും അറിഞ്ഞില്ല എന്നാണ് ഏറ്റവും വലിയ ഇത്. അതൊക്കെ കൃത്യമായിട്ട് പോലീസിൻ്റെ അന്വേഷണം ഉണ്ടായി. പോലീസ് കൃത്യമായിട്ട് അത് പിടിച്ചെടുത്തു. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇത്രയും വലിയൊരു വേട്ട നടത്താനായിട്ട് സാധിച്ചു. വളരെ സന്തോഷം. ഇതെല്ലാം നമ്മളെ കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരുടെയൊക്കെ ജീവിതം നശിപ്പിക്കാനുള്ള ഒരുപാട് ലഹരി വസ്തുക്കളാണ്. നമ്മുടെ സാറന്മാർ ഒരുപാട് സമയമായി ഇവിടുത്തെ ജനങ്ങളെല്ലാവരും അത് നമ്മൾ വിചാരിച്ച പോലെയല്ല, അത്രയും ടൺ കണക്കിനാണ് ലോഡ്. സാറന്മാർക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പാടില്ല, സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ജനങ്ങളെല്ലാവരും സാറന്മാരുടെ ഒപ്പമുണ്ട്. വലിയ രീതിയിലുള്ള ഒരു വേട്ടയാണ് നടന്നിട്ടുള്ളത്. രാജീവേ, എന്തിൽ പറയാനുള്ളത് കാര്യങ്ങൾ? അതായത് ഇങ്ങനൊരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നിട്ട് താങ്കൾ ഒരു പൊതുപ്രവർത്തകനാണ്, എന്തിൽ പറയാനുള്ളത്? അത് 100 മീറ്റർ അകലെ സ്കൂളിലേക്ക്, അതായത് കൊപ്പ ഹൈസ്കൂള്. ശക്തമായ നടപടി എടുക്കണം. എന്തെങ്കിലും പൈസ വെക്കില്ലേ കഴിഞ്ഞിട്ട് സാർമാരെ കാര്യങ്ങൾ പറയും. പരിശോധിച്ച് കണ്ട കൂടുതൽ ആൾക്കാർക്ക് അന്വേഷണം വ്യാപിക്കും. കാര്യത്തിൽ പറയുന്നത് അതും ചെറിയ ആള് സാറന്മാര് വളരെ ബുദ്ധിമുട്ടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് സഹായിക്കണമെങ്കിൽ സാറന്മാർ പറഞ്ഞാൽ മതി. ഇഷ്ടംപോലെ ആളുകളുണ്ട്. മണിസാറാണ്.
വലിയ രീതിയിലുള്ള, അതായത് കേരളം കണ്ടതിൽ ഏറ്റവും വലിയ. ഇവിടുത്തെ കത്തിയാരെടുത്ത് കത്തി വേഗം എത്തിച്ചു കൊടുക്ക സാർമാർക്ക്. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാട്ടോ. അതായത് ഈ വീഡിയോ ഷെയർ ചെയ്താൽ മാത്രമേ, ലൈവ് കട്ടായിക്കൊണ്ടിരിക്കുകയാണ്, ലൈവ് കട്ടാവാതിരിക്കാൻ വേണ്ടി മാത്രം വീഡിയോ കാണുന്നവര് ഒന്ന് ഷെയർ ചെയ്യാം. ഇവിടെ ഇരുന്നാലും കത്തി ആരെങ്കിലും എടുത്തുണ്ടോ? കത്തി ഹലോ, കത്തി എടുത്തുണ്ടോ? ആ കത്തി ഒന്ന് കൊടുത്തേ ഇവിടെ. രാജീവ് മൊത്തം കാര്യം നോക്കിട്ട് പോ. പ്രതികളുണ്ട്, പക്ഷെ ഇപ്പോ പോലീസിന്റെ പ്രതികളെ കാണിക്കാനുള്ള ആയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിന്റെ കണക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വൻതോതിൽ, അതായത് വീഡിയോ ഒന്ന് ഷെയർ ആക്കുക, ലൈവ് കട്ടാ. സ്കൂളിൽ പോണവരൊക്കെ സ്കൂളിൽ പോവാ. വലിയ ലഹരി വേട്ടയാണ് നടന്നിട്ടുള്ളത്. അതായത് ലൈവ് കട്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ലൈവ് കട്ടാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ജനങ്ങളിലേക്ക് ഈ ഒരു സംഭവം എത്തട്ടെ. കാരണം നമ്മുടെ കൊപ്പം ഹൈസ്കൂളിൽ നിന്ന് വെറും 100 മീറ്റർ അകലെയാണ് വൻതോതിലുള്ള ലഹരി വസ്തുക്കൾ പിടിച്ചിട്ടുള്ളത്. വെറും 100 മീറ്റർ പോലും ഉണ്ടാവില്ല. പക്ഷെ ഇവിടുത്തെ കടക്കാരായാലും ജനങ്ങളായാലും ആരും അറിഞ്ഞിരുന്നില്ല എന്നാണ് ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തുന്ന സംഭവം. പക്ഷെ കൃത്യമായിട്ട് പോലീസ് നിരീക്ഷിച്ചിരുന്നു. പോലീസ് കൃത്യമായിട്ട് ലോഡ് വരുന്നതിനനുസരിച്ചിട്ട് പിടിക്കുകയുണ്ടായി. അതാണിപ്പോൾ ഈ സംഭവമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്താൽ മാത്രമാണ് ലൈവ് കട്ടാവാതെ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കുള്ളൂ. അതായത് നമ്മൾ നാളത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കുന്ന 1, 2 അല്ല, ആയിരക്കണക്കിന് ലഹരി വസ്തുക്കളാണ് പിടിച്ചിട്ടുള്ളത്. അതായത് ഒരു ലോറി മുഴുവനാണ് പിടിച്ചിട്ടുള്ളത്. ലൈവാണ് അബുക്ക. എന്താ പറയാനുള്ളത്? ഇത്രയും നമ്മളെ കുട്ടികളുടെയൊക്കെ അവസ്ഥ അല്ലേ? അതും നമ്മളെ സ്കൂളിൽ നിന്ന് 100 മീറ്റർ അകലെയാണ് ഇപ്പൊ ഈ സംഭവം നടന്നിട്ടുള്ളത്. അവിടെ വൻ ജനങ്ങളുടെ പ്രതിഷേധം. ആ സൈഡിൽ അവിടെ പ്രതികൾ അവിടെ ഉള്ളത്, ജനങ്ങളുടെ പ്രതിഷേധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഹാൻസിന്റെ കണക്കെടുക്കുന്ന വിഷ്വൽസാണ് നമ്മളിപ്പോ കണ്ടത്. ഇവിടെ വലിയ പ്രതിഷേധമാണ്. കാറിന് ചുറ്റും ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. വൻ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കൊപ്പത്തെ ജനങ്ങൾ മൊത്തം ഈ കാറിനകത്താണ്. അതായത് 2 കേസാണ്. ഒന്ന് നമ്മൾ പ്രസാദേട്ടൻ വന്നിട്ടുണ്ട്. പ്രസാദേട്ടൻ 2 വാക്ക് പറയും. നമ്മുടെ നാട്ടിൽ അതായത് നിങ്ങളെ കാർ വാഷിങ്ങിന്റെ ഒക്കെ അടുത്തായിട്ടാണ് ഇപ്പൊ ഈ സംഭവം നടന്നുള്ളത്. ഇത്രയും വലിയ ലഹരി വേട്ട. 2 വാക്ക്. മയക്കുമരുന്നും ഹാൻസിന്റെ ഉപയോഗം കൂടിയൊക്കെയാണ്. പോലീസും എക്സൈസും ജാഗ്രതയോടുകൂടി ഇതിങ്ങനെയുള്ള നിയമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇത്രേ പറയുള്ളൂ. അപ്പൊ ഇത്രയും വലിയ ചെറിയ വഴി ആളെ കാണിച്ചു തരുന്ന പറയണത്. വിട്ടുന്നില്ല, ഒരു കാർ സ്കൂള് മാത്രമല്ല ട്യൂഷൻ സെന്റർ ഒക്കെ ഉണ്ട്. അതാണ് ട്യൂഷൻ സെന്റർ ഉണ്ട്. അടുത്ത് തന്നെ നമ്മളെ എലഗൻസ് ട്യൂഷൻ സെന്റർ ആണ്. ഹോസ്പിറ്റലുണ്ട്. അതായത് മാനസികമായിട്ട് വെല്ലുവിളി നേരിടുന്ന ആളുകളുടെ ഹോസ്പിറ്റൽ തൊട്ടുണ്ട്. അതുപോലെ നമ്മളെ എലഗൻസ് ട്യൂഷൻ സെന്റർ ഇത് അവിടെ അങ്ങനെ ഉണ്ട്. എലഗൻസ് ട്യൂഷൻ സെന്ററിന്റെയും ഹൈസ്കൂളിന്റെയും നടുവിലായിട്ടാണ് ഈ സംഭവം പിടിച്ചിട്ടുള്ളത്. ഹോസ്പിറ്റല് അവിടെ തന്നെ ഹോസ്പിറ്റലുണ്ട്.
അപ്പൊ എല്ലാം നമ്മുടെ റിയാസ്ക രണ്ടു വാക്ക് എന്താ ഇതില് രണ്ടു വാക്ക് ഇതിലെന്താണെന്നുള്ള അവർ വെരിഫിക്കേഷൻ നടത്തട്ടെ. അതിനുശേഷം ഇത് സാധനം MDMA ആണെങ്കിൽ നമുക്ക് പ്രതികളെ നമുക്ക് ജനങ്ങൾക്ക് കാണിച്ചു തരണം, പൊതുജനങ്ങൾക്ക് കാണിച്ചു തരണം. അവരിനി പരിപാടി നടത്താൻ പറ്റില്ല. കുറച്ച് കാലം മുമ്പ് അതേമാതിരി പോലീസ് സ്റ്റേഷനിലേക്ക് പറ്റിയപ്പോൾ പൊടിപ്പായി മാറിയിട്ടുണ്ട്. അതാവാൻ പാടില്ല. ഇതെന്താണെന്ന് നമ്മൾ ജനങ്ങളുടെ മുമ്പ് തന്നെ അത് എന്താണെന്ന് നമുക്ക് അറിയണം. ഈ പിടിച്ച സാധനം എന്താ, തൊണ്ടി സാധനം എന്താണെന്നുള്ളത് നമുക്ക് അറിയണം. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നമ്മളെ ഷിബുക അതന്നെയല്ലേ കാര്യങ്ങൾ പറയാനുള്ളത് അല്ലേ? എന്താണെന്ന് അറിയില്ല തന്നെയാണ് ആളുകളെ പുറത്ത് കൊണ്ടുവരിക. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂള്, ട്യൂഷൻ സെന്റർ, ഹോസ്പിറ്റല്, അതിന്റെ മുന്നിൽ വെച്ചിട്ടാണ് സാധനം പഠിക്കുന്നത്. അത് മഞ്ചേരിന്ന് വണ്ടി ഇന്നലെ പിടിച്ചിരുന്നു. എങ്ങനെ പിടിച്ചു? നിലമ്പൂരിന്ന് പഠിച്ചിട്ടല്ലേ? ആ വണ്ടി നിലമ്പൂർ പാലക്കാട് SP സ്കോഡാ പിടിച്ചിരുന്നു. അപ്പൊ അത് ഓർക്ക് ഒരു കേസാക്കണമെങ്കിൽ പാലക്കാട് ജില്ലയിലെ ഏതൊരു സ്റ്റേഷൻ പരിധി വേണം. അത് റെക്കോർഡിയാണ്. അത് പിന്നെ ഷായിക, ഇത് നമ്മളെ കൊപ്പം വ്യാപാരി പ്രസിഡന്റാണ്, ഷായിക്കയാണ്. ഷായിക എന്താ ഇതിൽ പറയാനുള്ളത്? ആറായിരത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഉന്നതങ്ങളിൽ പിടിപാടുള്ളവരല്ലാതെ ഇത്ര വലിയൊരു കേസ് ഇവിടെ പിടിക്കാൻ കഴിയില്ല. സമൂഹത്തെ നശിപ്പിക്കുന്ന ഈ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കണം തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ആവശ്യം. ഇത് വ്യാപാരികളുടെ ആവശ്യമല്ല, ഇത് ഈ നാടിൻ്റെ ആവശ്യമാണ്. ഇതിൻ്റെ തുടക്കം ഇവിടെ വെച്ചാൽ അവിടെ പോയി ഇതില്ലായ്മ ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടാകുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ വ്യാപാരി കൊപ്പത്തെ വ്യാപാരി വ്യവസായി പ്രസിഡന്റാണ് നമ്മളോട് സംസാരിച്ചത്. അതുപോലെ സെക്രട്ടറി, മറ്റ് ട്രഷറർ, അതുപോലെ മറ്റ് സംഘടനാ പ്രവർത്തകർ എല്ലാവരും ഇവിടെ അങ്ങനെ തടിച്ചു കൂടിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇതിനുള്ള താക്കീത് കൊടുത്തേ പിരിഞ്ഞു പോകുള്ളൂ എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഷായിക വന്നിട്ടുള്ളത്. പച്ചക്കറി കടയിൽ പണിക്ക് നിൽക്കണം, പെട്ടെന്ന് ലക്ഷപ്രഭു പണി 1,40,000 ഐഫോണൊക്കെയാണോ പെട്ടെന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ പച്ചക്കറി കടയിൽ എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ഒന്നും പറയാനൊന്നുമില്ല. എന്താ പറയാനുള്ളത്? ആള് പിന്നെ അങ്ങനെയാണ്, അതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. അതാണ് അതിന് പോണ MDM എസ്കോർട്ട്. അപ്പൊ ആൻസിന് MDM വരാം. ആൻസിന് എസ്കോർട്ട് പോണത് MDM പോണത്. അങ്ങനെയാണോ? അപ്പൊ നമ്മള് ലൈവ് താൽക്കാലികം നമ്മളൊന്ന് ചെറിയൊരു ഇടവേള എടുക്കുകയാണ്. അപ്പൊ എല്ലാവരും നമ്മളെ കണ്ടിന്യൂ ചെയ്യേ, എല്ലാവരും കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത്. ലൈവ് കട്ടാക്കണ്ടെന്നാ പറയണത്. 5 മണി വണ്ടി ഇങ്ങനെ ഓണാക്കി നിർത്തും. അതാണ് കണക്ക്. എണ്ണ ഇങ്ങനെ കൊണ്ടു വയ്ക്കും അല്ലേ? സാറുമാര് കാറിന്ന് പ്രതികളെ ഇറക്കിയിട്ടില്ല കേട്ടോ. അതായത് കൊപ്പത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്, ഇത്രയും വലിയൊരു വേട്ട നടക്കുന്നത് ആദ്യമായിട്ടാണ്. നമ്മളെ വ്യാപാര സ്ഥാപനങ്ങള് ഏറ്റവും എനിക്ക് സങ്കടം തോന്നിയ ഒരു സംഭവം എന്ന് വെച്ചാല് നമ്മളെ സ്കൂള് വെറും 100 മീറ്റർ അകലെയാണ്. 50 മീറ്റർ കൂട്ടിക്കോളി. ആയിക്കോട്ടെ, എന്ന പ്രശ്നമില്ല. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തില് എങ്ങനെയാണ് നമുക്ക് നോക്കിക്കാണാൻ പറ്റുക? നമ്മളെങ്ങനെ ഇത് പോട്ടെ, ഇതിപ്പോ പിടിച്ചു ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വ്യാപാരി വ്യവസായിയുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ മുൻകരുതലെടുക്കും? ഇതിനുള്ളൊരു നടപടിയായിട്ട് ഞങ്ങൾ ഒരു സ്ക്വാഡൊക്കെ രൂപീകരിച്ചത് ഈ ഭാഗത്ത് ശ്രദ്ധിക്കാനുള്ള നടപടി. സ്കൂൾ കുട്ടികളെ വഴി തെറ്റിക്കുന്ന ഈ പരിപാടി ഇന്നൊന്നിലും തുടങ്ങിയല്ല നമുക്ക് അറിവിട്ടിയത്. ഈ പരിസരം കേന്ദ്രീകരിച്ച് ഇതിന്റെ ഒരു വലിയൊരു വിങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ അധികാരികൾ കൊപ്പ ഹൈസ്കൂളിൽ 100 മീറ്റർ അകലെ മാത്രമാണ് ഈ സംഭവം പിടിച്ചത്. കൊപ്പ ഹൈസ്കൂളിൽ മുന്നിൽ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, 100 മീറ്റർ അകലെ എന്ന് പറഞ്ഞത്. ആയിക്കോട്ടെ ഹൈസ്കൂളിന് മുന്നിൽ, അല്ല ഹൈസ്കൂളിന് മുന്നിൽ എന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ ലഹരി പിടിക്കുമ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞില്ലല്ലോ, 100 മീറ്റർ അകലെ എന്നാ പറഞ്ഞത്. അവിടെ പേര് ഉപയോഗിക്കരുത്. കുട്ടികൾക്ക് ദോഷം കുട്ടികൾക്ക് ദോഷം ചെയ്യണം, അത് പറയണ്ട. ദോഷം ഇത്ര ലോഡ് വന്നപ്പോൾ കൊപ്പത്തങ്ങാടി ഇവിടെ എന്താ ഇവരിവിടെ ഇറക്കാൻ തന്നെ പാടില്ല. ബാധിക്കുന്ന സ്കൂളിന്റെ പേര് പറയണ്ട. അത് എടുക്കുന്നത് പോലീസ് സ്റ്റേഷൻ
ഇത് വിൽക്കുന്നത് സ്കൂൾക്കാണ് ഓർമ്മക്ക് പറഞ്ഞോ ഒരു ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞത് അടയാളപ്പെടുത്തേണ്ടത് ഏറ്റവും ബാധിക്കുന്ന സ്കൂൾ വേറെ ഒന്നും ചിന്തിക്കണം. ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ഔദ്യോഗികമായിട്ട് അടയാളപ്പെടുത്തിയ സ്കൂളാണ്. ഓനെ അതിനുള്ള എന്താ കമ്മീഷൻ കൈപ്പറ്റുണ്ടോ? ഹൈസ്കൂളിലെ മത്സരം ഇത് കുട്ടികൾക്ക് അങ്ങനെ വിൽക്കണം, സ്കൂൾ കുട്ടികൾക്ക് വിൽക്കണം. പിന്നെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ട്. പറഞ്ഞോട്ടെ എന്താ കുഴപ്പമൊന്നും എവിടെ കുറ്റം ചെയ്തല്ലേ? സാറേ ഹൈസ്കൂളിന്റെ മുന്നിൽ പറയാൻ പാടില്ല, പെട്രോൾ പമ്പിന്റെ മുന്നിൽ നിന്ന് പറയാൻ പറ്റില്ല. അതെന്താ പറയാൻ പാടില്ല? സ്കൂളിന്റെ മുന്നിൽ നിന്ന് പറയാം, സ്കൂളിന്റെ മുന്നിൽ നിന്ന് പറയണ്ട. ഹൈസ്കൂളിന്റെ മുന്നിൽ ഈ സ്കൂൾ കുട്ടികൾക്കല്ല കൊടുക്കണേ, ഈ ഹൈസ്കൂൾ കുട്ടികൾക്കല്ല കൊടുക്കണേ. ഹൈസ്കൂൾ കുട്ടികൾക്ക് ഹൈസ്കൂളിന്റെ മുന്നിൽ തന്നെ പറയാം. പെട്രോൾ പമ്പിൽ
ഹൈസ്കൂളിന്റെ പരിസരമാണ്. ഹൈസ്കൂളിന്റെ പരിസരത്ത് വെച്ച് ഈ സ്കൂൾ കുട്ടികൾ ഹൈസ്കൂള് മാത്രമല്ല ഇവിടെ അതിലേക്ക് ട്യൂഷൻ സെന്റർ ഇവിടെ ഹോസ്പിറ്റലിന്റെ ഇവിടെ എല്ലാം ഇതിന്റെ മുന്നേ വെച്ചത് കൊടുത്ത് ഇവിടെ വെച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്റ്റേഷനിലും കൊണ്ടുപോയിട്ടില്ല ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ച് ഇറക്കിയിട്ട് തെളിയിക്കേണ്ടത് എന്താണെന്നുള്ളത് നമുക്കെന്താണ് നമ്മുടെ എല്ലാവരും സ്കൂളിൽ എന്നാ പിന്നെ അങ്ങനെ പറയാൻ പാടില്ല. നമ്മളെന്താ പറയാ സ്കൂളിൽ നിന്ന് 100 മീറ്റർ അകലെന്ന് നമ്മൾ പറഞ്ഞത്. 100 മീറ്റർ അകലെന്ന് പറയാം. കോട്ടെ ട്യൂഷൻ സെന്റർ ഇല്ലേ, ഹൈസ്കൂളിന്റെ പിന്നെ വിളിക്കണ എങ്ങോട്ടാ അറിയോ? സ്കൂളിന് മുമ്പിലാണ്. ഇത് ലൈവാണ്. അല്ല ഇത് ലൈവാണ്. തുടക്കം അല്ല ഞാൻ പറയണേ ആയിക്കോട്ടെ. നിങ്ങൾ ആദ്യം മുതൽ കണ്ടോളെ. നിങ്ങൾ ആദ്യം മുതൽ സ്കൂളിന് മുമ്പിൽ പറഞ്ഞിട്ടില്ല. എന്താ ഈ കുട്ടിക്ക് ഇന്റെ മകൻ വലിച്ചിട്ടുണ്ട്, ഇന്റെ ബൈ ഹൈസ്കൂളിൽ വലിച്ചിട്ടുണ്ട്, ഇന്റെ മകൻ അവിടെ വന്ന് കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസ് വന്ന് ഇത് 5% നോക്കണ്ടേ? എവിടെ നോക്കണേ? നോക്കാൻ കഴിയില്ല. എന്തിന് ഓനെ അങ്ങനത്തെ അഭിപ്രായം പറയേണ്ട ആവശ്യം ആ പാട്ടിനെ കൊടുത്തു നമ്മൾ ഒരിക്കലും സ്കൂളിന്റെ മുമ്പിലാന്ന് പറഞ്ഞിട്ടില്ല. 100 മീറ്റർ അകലെന്നെ പറഞ്ഞുള്ളൂ. 100 മീറ്റർ അകലെന്ന് പറഞ്ഞുള്ളൂ. പരിസരം തന്നെയല്ലേ പറയേണ്ടത്. നമ്മൾ